വരാം. സജി ചെറിയാന്റെ സ്വന്തം നഗരസഭയിലെ കണക്കുകൂടി ജിബി വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. ആ കണക്കുകൂടി നമുക്ക് നോക്കാം. അവിടെ റിസൾട്ട് ഇങ്ങനെയാണ് വന്നത്. UDF 13 ഇടങ്ങളിൽ വിജയിച്ചു, LDF 5, NDA 6. നോക്കണം, ചെങ്ങന്നൂരിൽ 6 ഇടങ്ങളിൽ NDA വിജയിച്ചിട്ടുണ്ട്, BJP വിജയിച്ചിട്ടുണ്ട്. ചെങ്ങന്നൂർ നഗരസഭയിൽ അവിടെ ഒരൊറ്റ മുസ്ലിം നാമധാരിയുടെ പേര് കാണാൻ പറ്റത്തില്ല. അത് UDF-ലില്ല, LDF-ലില്ല, BJP ഇല്ല. ചെങ്ങന്നൂർ നഗരസഭയിൽ അവിടെ ഞാൻ മനസ്സിലാക്കുന്നത് ചെറിയൊരു വിഭാഗം മുസ്ലിം സാന്നിധ്യമുള്ള മേഖലയാണ്. അവിടെ മുസ്ലിം പ്രാതിനിധ്യം ഒരൊറ്റയിടത്ത് കാണാൻ സാധിക്കില്ല. പേര് നോക്കൂ, LDF-ൽ വിജയിച്ചു വന്നിരിക്കുന്നവരുടെ പേര് നോക്കിയാൽ ഒന്ന് ജിൻഡോ എം ബാബു, പേര് നോക്കിയാൽ വർഗീയത പറയാൻ പറ്റുമോ? മംഗലത്ത് വിജയിച്ചു വന്നിരിക്കുന്നത് ഏലിയമ്മ സജിയാണ്, ബിജു അലക്സാണ്ടർ ആണ്. 3 പേർ നോക്കൂ. അത് കഴിഞ്ഞ് പിന്നെ ഒന്ന് PK അനിൽകുമാറാണ്, LDF-ന്റെ കാൻഡിഡേറ്റ് ജയിച്ചു വന്നത്. പിന്നൊന്ന് VS സവിതയാണ്. എവിടെയാണ് ഒരു മുസ്ലിം നാമധാരിയുള്ളത്? ഇവിടെ ഒരു മുസ്ലിം നാമധാരിയില്ല എന്ന് കരുതി ചെങ്ങന്നൂർ നഗരസഭയിലെ LDF-ന്റെയും UDF-ന്റെയും ജനപ്രതിനിധികൾ വർഗീയ ധ്രുവീകരണത്തിന്റെ അടയാളമാണെന്ന് ഇങ്ങനെ പറയാൻ പറ്റും? ആ പേരെങ്ങനെ പറയാൻ പറ്റും? ശരിയാണ്, അവിടെ UDF-ന്, അവിടെ BJP-ക്കാണ് LDF-നേക്കാൾ കൂടുതൽ ജനപ്രതിനിധികൾ ഉള്ളത്. പക്ഷേ അവിടെ UDF-നുള്ള സ്ഥാനാർത്ഥികൾ നോക്കൂ, UDF-നുള്ള 13 പേർ, അവിടെയും മുസ്ലിം സാന്നിധ്യമില്ല ചെങ്ങന്നൂർ നഗരസഭയിൽ. അപ്പോ എങ്ങനെയാണോ ചെങ്ങന്നൂർ നഗരസഭയിൽ മുസ്ലിം സാന്നിധ്യമില്ലാത്തത്, അതെന്തുകൊണ്ടാണ് സജി ചെറിയാൻ പറയാതെ പോകുന്നത്? എന്തുകൊണ്ടാണ് കാസർഗോഡും മലപ്പുറവും മാത്രം പറയുന്നത് എന്നുള്ളതിലാണ് ഇന്ന് യഥാർത്ഥത്തിൽ ചർച്ച നിന്നത്. ഹൈന്ദവ